മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായ അന്തരിച്ച വി.എസ്. അച്യുതാനന്ദന്റെ പേരിൽ സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ ആദ്യ സ്മാരകം തിരൂരിൽ യാഥാർത്ഥ്യമായി. 36 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നവീകരിച്ച തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയമാണ് സമരനായകന്റെ സ്മാരകമായി മാറിയത്. ഓഡിറ്റോറിയം മന്ത്രി വി. അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. വർഷത്തോളമായി അത് വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ കഴിഞ്ഞു. ധാരാളം പുതിയ പദ്ധതികൾ, വൈവിധ്യമാർന്ന പദ്ധതികൾ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഉപയോഗപ്രദമാവുന്ന പദ്ധതികൾ ഇതെല്ലാം തെരഞ്ഞെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നതാണ് ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ കണ്ട ഒരു പ്രത്യേകത. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തൊരു സമരനാഥാവിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു സ്മാരകം തിരൂരിൽ ഉയരുക എന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. ഇതിന് മുൻകൈയെടുത്ത തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ മെമ്പർമാരും, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഞങ്ങൾ പ്രത്യേക പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ എന്നുള്ള രീതിയിലല്ല ഇതിനെ കണ്ടത്. പൊതുവികസനത്തിൽ ഞങ്ങൾ ഒത്തിരിക്കുന്നു. അത് തന്നെയാണ് മാതൃക, അത് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷനായി. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും കേരളീയരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ വി.എസ്. അച്യുതാനന്ദന് സ്മാരകം ഒരുക്കാനായതിൽ അഭിമാനിക്കുന്നതായി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറഞ്ഞു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. സമയത്തും സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മുന്നിൽ എവിടെ സമരങ്ങളുണ്ടെങ്കിലും ആ സമരങ്ങളുടെ മുന്നിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന വി.എസ്. 2025 നമ്മ വിട്ടുപിരിഞ്ഞത്. 102-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് 9 വർഷം 2019 മുതൽ വിശ്രമ ജീവിതത്തിലായിരുന്നിട്ടും മീഡിയകളിലൊന്നും നിറഞ്ഞു നിൽക്കാതെ ഇരുന്ന കാലത്തും മലയാളികളുടെ മനസ്സിൽ വി.എസ്. ആരായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ള വിലാപയാത്രയും ആ ചടങ്ങുകളും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ മഹാനായ ഒരു നേതാവിന്റെ പേരിൽ ഒരു സ്മാരകം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് 35.16 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പുതുക്കി പണിയുന്ന ഈ ഓഡിറ്റോറിയത്തിന്. ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, കുറേ പണികളിന് ബാക്കിയുണ്ട്. എന്നാൽ ഓഡിറ്റോറിയമായി ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. 8-9 ലക്ഷം രൂപയുടെ വർക്ക് ഇനിയും ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൂടി വരുമ്പോൾ ഇപ്പൊ തന്നെ മനോഹരമായ ഈ ഓഡിറ്റോറിയം ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CO ശ്രീനിവാസൻ, വി ശാലിനി, പി പുഷ്പ, നൌഷാദ് നെല്ലാഞ്ചേരി, ദേവയാനി മാമ്പറ്റ തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും സംസാരിച്ചു. എഡിറ്റർ ലൈവ്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.